സ്മൃതി, നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ അനിൽകുമാർ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് അർജുൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ 11 ദിവസവുമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതിനപ്പുറം സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നേവിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആർമിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലായിടത്തും ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടും ഒരു മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിഞ്ഞതിൻ്റെയും എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമാണ്. കാരണം നമ്മുടെ ഈ 16-ാം തീയതി രാവിലെ 8:33 ഈ അപകടം ഉണ്ടാകുന്നത്. 16, 17, 18 ഈ 3 ദിവസം ഒരു പരാതി പോലും എടുക്കാൻ ഈ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അവിടെ നമ്മൾ രാവിലെ കെ അഭിലാഷ കാസർഗോഡ് നിന്നും ഏകദേശം 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അത് ആദ്യമായിട്ട് നമ്മളാണ് സാനിയയിലൂടെ അത് അറിയുന്നത്, വാർത്ത അറിയുന്നത് മോർണിംഗ് ഷോയിലാണ്. അതിനുശേഷം സാനിയയിലൂടെ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു വാർത്താ സംഘത്തെ ഈ സ്ഥലത്തേക്ക് വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു 3 ഹിറ്റാച്ചിയും ഒരു 5 JCB റോഡ് ക്ലിയർ ചെയ്യുന്നതാണ് നമ്മളുടെ വാർത്താ സംഘം കാണുന്നത്. അവിടെ തുടങ്ങിയ യാത്രയാണ് സ്മൃതി ഇപ്പം 150-ാമത്തെ മണിക്കൂറിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ 150 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നോൺ സ്റ്റോപ്പായി വാർത്തകൾ നൽകുക എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിലൊരു വാർത്ത കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഫാക്ട് ചെക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു വാർത്തയിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ ഫാക്ട് ചെക്കിങ്ങിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വാഹനത്തിൻ്റെ അകത്ത് GPS വർക്ക് ചെയ്യുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിൻ്റെ അകത്തൊരു ജീവൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ പുഴയിൽ ഈ പറയുന്ന വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ജീവൻ ഉണ്ടാകില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിനേക്കാളും അപ്പുറം ഇതിൽ കരയിൽ അർജുൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജീവനുണ്ട്, അത് ക്യാബിനകത്താകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് പരസ്യമൊന്നുമില്ല. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ടി വി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അന്ന് പരസ്യം കൊടുക്കാൻ വേണ്ടി ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ മാറ്റിവെക്കാൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 6 ദിവസം 7 ദിവസമായിട്ട് ഇവിടുത്തെ 80% വരുന്ന മാധ്യമപ്രവർത്തകർ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 80% മാധ്യമപ്രവർത്തകരും, ചിലപ്പോൾ ബ്യൂറോയിലുള്ള 1-2 പേരൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട്, കാരണം അവർക്ക് വേറെ വാർത്തകളില്ലാത്തതുകൊണ്ട് ഫ്രീ ഉണ്ട്. പക്ഷേ ഈ ഡെസ്കിലുള്ളതും അതുപോലെ തന്നെ ആ ബ്യൂറോയിലുള്ള ആൾക്കാരെല്ലാം കഴിഞ്ഞ 8 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഈ വാർത്തയ്ക്ക് മുന്നേ നിൽക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചതുപോലെ അർജുനൻ്റെ പുറകെ നിൽക്കുകയാണ്. ഇപ്പം കിട്ടും 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? റഡാറിലൂടെ ഈ പറയുന്ന ആദ്യം കരയിൽ സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് 3 സ്ഥലം 4 സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ ഐഡൻറ്റിഫൈയിൽ ചെന്ന് കുഴിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പാറക്കെട്ടുകളാണ്. പാറ എടുത്ത് മാറ്റി വെക്കുമ്പോൾ അവിടെ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും നമ്മളെക്കൊണ്ട്? അതുപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്തു എന്നുള്ളതാണ്. ഈ വിമർശകർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിമർശിക്കാൻ ആർക്കും ചെയ്യാൻ പറ്റും, വിമർശനത്തിന് നമ്മുടെ വായടയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് അർജുനൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ കാണുമ്പോൾ നമുക്ക് ആ വാർത്തയ്ക്ക് മുന്നിൽ നമുക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ആ പറഞ്ഞ അർജുനൻ്റെ അച്ഛനെ കാണുമ്പോഴും അമ്മേനെ കാണുമ്പോഴും വൈഫിനെ കാണുമ്പോഴും ഈ പറയുന്ന നമ്മുടെ വീട്ടിലെല്ലാം കുട്ടികളുള്ള എൻ്റെയൊക്കെ മോനുള്ള സെയിം പ്രായമാണ്. നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വാർത്തയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മുടെ ഇപ്പോൾ SP M നാരായണ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചെയ്തത് റിയൽ ടൈം ജേർണലിസം എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് റിപ്പോർട്ടർ TV തുടങ്ങിയ കാലം തുടങ്ങി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മാധ്യമപ്രവർത്തനം എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്നത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെന്നു, നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ 3 ട്രക്കേ ഉള്ളൂ, അല്ല 3 ഹിറ്റാച്ചിയേ ഉള്ളൂ, അല്ലെങ്കിൽ 3 എക്സ്കവേറ്ററേ ഉള്ളൂ, 4 ട്രക്കാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിളിച്ചു പറയുകയാണ്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മളത് ജനങ്ങളോട് പറയും, ഇത്രയും അധികം മാധ്യമ പ്രഷർ വന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് രാവിലെ 7 മണിക്ക് അരുൺകുമാർ വിളിച്ച് പറയുകയാണ്. SP 8:30 വരുമെന്ന് 9:30 വരുമെന്ന് പറഞ്ഞു, 9:30 വന്നിട്ടില്ല എന്ന് നമ്മൾ മാധ്യമങ്ങളോട് വിളിച്ച് പറയുകയാണ്. നമ്മൾ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്യുകയാണ്. ഈ വിഷ്വൽസ്, പഴയുടെ ഒഴുക്കുകൾ, എങ്ങനെയത് നടക്കുന്നത്, എന്ത് രീതിയിലാണ് ഈ സംവിധാനം നടന്നത്, എത്ര പേർ മിസ്സിങ് ആയിട്ടുണ്ട്, പുഴയുടെ ഇപ്പുറം എന്താണ് നടന്നത്, ഇതെല്ലാം ഹെലിക്യാം വിഷ്വൽസ് ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണ്. ഈ AK അഭിലാഷ് ചെന്നതിന് ശേഷം നമ്മുടെ
റിപ്പോർട്ടറുടെ സംഘമായി നമ്മൾ അങ്ങോട്ട് വിടുകയായിരുന്നു. ഒരു ദിവസം 2 ദിവസം 3 ദിവസം എന്നുള്ളത് നമ്മൾ ഏകദേശം 6 7 സംഘങ്ങളായിട്ട് നമ്മൾ വിടുകയായിരുന്നു. റിപ്പോർട്ടർ ഡെസ്കിലുള്ള ഒരാൾക്ക് നമ്മൾ ലീവ് കൊടുത്തിട്ടില്ല, ഒരു മനുഷ്യന് നമ്മൾ ലീവ് കൊടുത്തിട്ടില്ല. രാത്രിയും പകലും ഇരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് മൂലം നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ആ വർക്ക് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ആ പറയുന്ന ജേർണലിസത്തെ റിയൽ ടൈം ജേർണലിസം എന്ന് വിളിച്ച് SP-നെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ അദ്ദേഹം കാണിച്ച വഴി, ആ ഒരു മനസ്സിനെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ചാനലുകളാണെങ്കിലും എല്ലാ വീട്ടിലും ഇത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൈറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല, ഈ അർജുനനെ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചത്. അത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പരിഹസിക്കുന്നവരോട് എന്ത് നമുക്ക് മറുപടി പറയാനാണ്? അപ്പോൾ ആ ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജേർണലിസത്തെ ഇനി ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ എന്താണ്? നമ്മളോട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം. അതിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ കുടുംബത്തോട് പറഞ്ഞു. ഇനി നമ്മൾ സർക്കാരിനോടാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇനി പറ്റുമെങ്കിൽ, കേരള സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആ കുടുംബത്തെ ചേർത്ത്. Meet the editors.